നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ പ്രഖ്യാപനങ്ങളുടെ പെരുമഴ. സർക്കാർ ജീവനക്കാർക്ക് കാര്യമായ കരുതൽ. ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷൻ. DA കുടിശ്ശിക പൂർണ്ണമായും നൽകും. ഏപ്രിൽ മുതൽ അഷ്വേർഡ് പെൻഷൻ. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പെൻഷൻ ഉറപ്പാക്കും. അങ്കണവാടി ആശാ വർക്കർമാരുടെയും പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ അധികമായി വകയിരുത്തും. ക്യാൻസർ ക്ഷയരോഗികളുടെ പ്രതിമാസ പെൻഷൻ ഇരട്ടിയാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതി. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ. മെഡിസെപ് ഇൻഷുറൻസ് 2ാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ. K-റെയിലിന് പകരം RRTS അതിവേഗ പാത. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കവർന്നെടുക്കുന്നുവെന്ന് ധനമന്ത്രി. രാഷ്ട്രീയം കലർത്തി ബജറ്റിന്റെ വിശ്വാസ്യത കളഞ്ഞെന്ന് VD സതീശൻ. അടുത്ത സാമ്പത്തിക വർഷവും രാജ്യം ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് ശക്തിയായി തുടരുമെന്ന് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 7.2% വരെ GDP വളർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷ. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം 7.4% വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ. US-ഉമായുള്ള താരിഫ് യുദ്ധം തിരിച്ചടിയാകില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാഹുൽ തരൂർ അസ്വാരസ്യത്തിൽ ഒടുവിൽ മഞ്ഞുരുക്കം. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായി തരൂരുമായി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തി. വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർത്തെന്നും ആശങ്കയും നിലപാടുകളും നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചുവെന്നും തരൂർ. പാർട്ടിയുമായി ഒരു പ്രശ്നവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി ഇറങ്ങുമെന്നും വിശദീകരണം. സ്പോൺസർഷിപ്പിന്റെ മറവിൽ ശബരിമലയിൽ കോടികളുടെ കൊള്ള നടക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടും ദേവസ്വം ബോർഡ് അവഗണിച്ചുവെന്ന് വിവരാവകാശ രേഖകൾ. 12 വർഷം മുൻപ് വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ടിൽ സ്വർണ്ണ കൊടിമരത്തിൽ പെയിന്റ് അടിച്ചതും കോടികളുടെ പണപ്പിരിവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് അമൃത ന്യൂസിന്. സ്വർണ്ണക്കൊള്ളയിൽ S. ശ്രീകുമാറിന് ജാമ്യം. KP ശങ്കർദാസ് റിമാൻഡിൽ തുടരും. സ്വർണ്ണവില ഒറ്റയടിക്ക് പവന് 8,640 രൂപ കൂടി 1,31,160 രൂപയിലെത്തി. ഗ്രാമിന് 1,080 രൂപ വർദ്ധിച്ച് 16,395 രൂപയായി. ഈ ആഴ്ച മാത്രം 10% വർധനവ്. വെള്ളിവിലയും കൂടി. ചരിത്രത്തിലാദ്യമായി വില കിലോഗ്രാമിന് 4 ലക്ഷം രൂപയ്ക്കടുത്ത്. സന്തോഷ് ട്രോഫിയിൽ കേരളം ക്വാർട്ടറിൽ മേഘാലയയെ 3-0 തോൽപ്പിച്ചു. ന്യൂസിലൻഡിനെതിരായ അവസാന T20ക്കായി ഇന്ത്യൻ ടീം തിരുവനന്തപുരത്ത്. മത്സരം ഗ്രീൻഫീൽഡിൽ ശനിയാഴ്ച. T20 ലോകകപ്പ് ബഹിഷ്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടുമുമ്പ് സർക്കാരിന്റെ അവസാന ബജറ്റിൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ. അംഗൻവാടി ആശാ വർക്കർമാർക്കും പ്രൈമറി സ്കൂൾ ടീച്ചർമാർക്കും 1000 രൂപ ശമ്പള വർധനവ്. പ്രതീക്ഷിച്ചിരുന്ന സാമൂഹിക ക്ഷേമ പെൻഷനിൽ വർധനവില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചും ക്ഷാമബത്ത കുടിശ്ശിക നൽകിയും അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കിയും ജീവനക്കാർക്കായി നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തി. ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി പരമാവധി മേഖലകളെ തൃപ്തിപ്പെടുത്തിയ ജനകീയ ബജറ്റ്. സാധാരണക്കാരന് പ്രയോജനകരമാകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഒറ്റനോട്ടത്തിൽ ബജറ്റിൽ കാണാം. അങ്കണവാടി ആശാ വർക്കർമാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും സാക്ഷരതാ പ്രേരകമാർക്കും 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു. ഏവരും കാത്തിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല. എന്നാൽ 1-2 പിണറായി സർക്കാർ ഇതിനായി ചെലവഴിച്ച തുകയുടെ കണക്കുകൾ വിവരിച്ചു കാട്ടി. അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കാൻ നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തി. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അഷ്വേർഡ് പെൻഷൻ ഏപ്രിൽ മുതൽ നടപ്പാക്കും. ക്ഷാമബത്ത കുടിശ്ശിക അടുത്ത മാസം മുതൽ നൽകി തുടങ്ങും. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സർ, DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും.
ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്നവർക്കായി പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നടത്തിയിരിക്കുകയാണ് സർക്കാർ ഈ അവസാന കാലത്ത്. പക്ഷേ ഇവ നടപ്പാക്കാനുള്ള വിഭവ സമാഹരണവും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയും 2 മാസങ്ങൾക്കപ്പുറം വരുന്ന പുതിയ സർക്കാരിന് വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ. ഗതാഗതം, വ്യവസായം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, വിഴിഞ്ഞം തുറമുഖ വികസനം, സൈബർ വാലി എന്നിവയാണ് പദ്ധതികൾ. അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സുപ്രധാന പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, ഡൽഹി മീററ്റ് അതിവേഗ പാതയുടെ മാതൃകയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണിത്. 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന ഇതിന്റെ ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർ, റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 1ാം ഘട്ടം, തൃശൂർ കോഴിക്കോട് 2ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിപ്പാതയായി പുനർനിർമ്മിക്കും. ഇതിന്റെ 1ാം ഘട്ടത്തിനായി കിഫ്ബി വഴി 5217 കോടി രൂപ നീക്കിവെച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു. 2134.5 കോടി രൂപയാണ് പദ്ധതിക്കായി ചിലവ് വരിക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായും വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. അനുബന്ധ പദ്ധതികൾക്കായി 1000 കോടി രൂപയുടെ നിക്ഷേപം നടത്താനും പദ്ധതിയുണ്ട്. ഒപ്പം വിഴിഞ്ഞം തുറമുഖം മുതൽ ചവറ വഴി കൊച്ചി വരെ ബന്ധിപ്പിക്കുന്ന ഒരു റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കും. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായുള്ള ഈ പദ്ധതിക്കായി 1350 ഏക്കർ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. കൊച്ചി ഇൻഫോ പാർക്ക് ഫേസ് 3ൽ 300 ഏക്കറിൽ IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ ഹബ്ബായി സൈബർ വാലി വികസിപ്പിക്കും. ഇതിനായി 30 കോടി രൂപ മാറ്റിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് തുടക്കമായി. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സംസാരിക്കുന്നു. പ്രവാസികളെ നേരത്തെ കണ്ടിരുന്നത്. പക്ഷേ അത്തരമൊരു മേഖലയിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല എന്ന ബോധ്യത്തോடு തന്നെയാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വിവിധ മേഖലകളിലുള്ള അതിപ്രശസ്തരായ വ്യക്തിത്വങ്ങളുടെ സഹായം നമ്മുടെ നാടിന്റെ ഭാവിക്ക് വിവിധ മേഖലകളിൽ ആവശ്യമാണ് എന്ന തിരിച്ചറിവോടെ 2016 ശേഷം സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. ഇവിടെ കേരളത്തിന്റെ വിജ്ഞാന മേഖലയിലടക്കം പ്രവാസി സമൂഹത്തിന്റെ പ്രാവീണ്യത്തിനും നൈപുണ്യത്തിനും പ്രാഗൽഭ്യത്തിനും വലിയ പങ്കുവഹിക്കാനുണ്ട് എന്നാണ് കേരളം കാണുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ രാജ്യത്തെ നൽകുന്ന വലിയ സംഭാവനയുണ്ട്. അത് രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ സംഭാവനയാണ് പ്രവാസി സഹോദരങ്ങൾ നൽകുന്നത്. അത്തരമൊരു വിഭാഗമാകുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തിനും ആ വിഭാഗത്തോട് പ്രത്യേക കടപ്പാടുണ്ടാകേണ്ടതാണ്. ഇപ്പോ
വിദേശ നാണ്യശേഖരത്തിന് സഹായിക്കുന്ന സ്ഥാപനങ്ങളോട് നമ്മുടെ രാജ്യം കാണിക്കുന്ന ഉദാരമായ സമീപനമുണ്ട്. അതിലൊരു തെറ്റുമില്ല, ആവശ്യമാണ്. ആ സമീപനത്തിന് എല്ലാ രീതിയിലും അർഹതയുള്ളവരാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ. കേരളത്തിൽ അതിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഈ സഭ യാഥാർത്ഥ്യമായത്. അപ്പോ നമ്മുടെ നാടിന്റെ ഭാവി എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഒട്ടേറെ അഭിപ്രായങ്ങൾ കേരള സഭ രൂപം കൊണ്ടതിന് ശേഷം പ്രവാസി സഹോദരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ഒട്ടേറെ നിർദ്ദേശങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുമുണ്ട്. പ്രവാസികൾക്ക് സഹകരിക്കാൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്തിക്കൊടുക്കാൻ സർക്കാരിനും കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇത്തരമൊരു പരസ്പര ബന്ധം, അതിന്റെ ഭാഗമായുള്ള സംവാദങ്ങൾക്ക് വേദിയൊരുക്കുന്ന ഒരു ജനാധിപത്യ വേദി, ഇതെല്ലാമാണ് കേരള സഭയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. അത് എത്രമാത്രം ഗുണകരമായി എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നിങ്ങളെല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. കേരള സഭ അംഗം എന്നത് ഇന്ന് പൊതുവെ നമ്മുടെ ലോകത്ത് മലയാളി സഹോദരങ്ങൾ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആ നിലയിലേക്ക് ഉയർന്നു വരാൻ ഈ സഭയ്ക്ക് കഴിഞ്ഞു എന്നതാണ് വസ്തുത. ആരോഗ്യരംഗത്തിനും വിദ്യാഭ്യാസ രംഗത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സൗജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദ തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസും അവതരിപ്പിച്ചു. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാൻസർ, കുഷ്ഠം, എയ്ഡ്സ്, ക്ഷയബാധിതരുടെ പെൻഷൻ ഇരട്ടിയാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ചരിത്രമെഴുതിക്കൊണ്ടാണ് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനം നടന്നത്. +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദതലത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഉന്നത പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കുന്നതിനും 4 വർഷ ബിരുദ കോഴ്സുകൾ പ്രാവർത്തികമാക്കുന്നതിനും 851.46 കോടി രൂപ നീക്കിവെക്കും. സ്കൂളുകളിലെ സൗജന്യ യൂണിഫോം വിതരണത്തിന് 150.34 കോടി രൂപ വിലയിരുത്തി. സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിക്കായി 150.34 കോടി രൂപ വികസിക്കുന്നു. ഇതിൽ എയ്ഡഡ് LP, സർക്കാർ LP, സർക്കാർ UP സ്കൂളുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകുന്നതിനുള്ള കൈത്തറി ഡയറക്ടറേറ്റിന്റെ പദ്ധതിക്കായുള്ള 70 കോടി രൂപ ഉൾപ്പെടും. ആരോഗ്യമേഖലയ്ക്കും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. വൈദ്യ ശുശ്രൂഷ പൊതുജനാരോഗ്യ മേഖലയ്ക്കായുള്ള വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായി വകയിരുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 350.12 കോടി രൂപ കൂടുതലാണിത്. 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി 12 കോടി രൂപ വകയിരുത്തി. ഓട്ടോ ഡ്രൈവർമാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും സേവനം ലഭ്യമാകും. ഇതിനായി 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്.
സർ, വൈദ്യശുശ്രൂഷയും പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായിട്ട് വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തേക്കാൾ 350 കോടി രൂപ 350.12 കോടി രൂപ 16.28% കൂടുതലാണ്. കാരുണ്യ പദ്ധതിക്കായി 900 കോടി രൂപ വകയിരുത്തി. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 200 കോടി രൂപയുടെ വർധനവാണിത്. പുതിയ മെഡിക്കൽ കോളേജുകൾക്കായി 57 കോടി രൂപയും ക്യാൻസർ ചികിത്സയ്ക്കായി ആകെ 203 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ക്യാൻസർ, കുഷ്ഠ, എയ്ഡ്സ്, ക്ഷയബാധിതരുടെ പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി. കൊച്ചി ക്യാൻസർ സെന്ററിന് 30 കോടിയും RCCക്ക് 90 കോടിയും വകയിരുത്തി. നാഷണൽ ഹെൽത്ത് മിഷന് 465.20 കോടി രൂപയുടെ സംസ്ഥാന വിഹിതവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലും കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം. കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വോട്ട് ചോരി മാത്രമല്ല, നോട്ട് ചോരിയും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടുത്ത അവഗണനയ്ക്കിടയിലും കേരളം വളർന്നു. സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിയിലാണ്. 4 വർഷത്തിനിടെ ഗുണകരമായ പുരോഗതിയുണ്ടായി. എന്നാൽ തൊടുന്യായം പറഞ്ഞ് അർഹമായ വിഹിതം വെട്ടുകയാണെന്നും കേന്ദ്രത്തിനെതിരെ യോജിച്ചുള്ള പ്രതിഷേധം ആവശ്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക വർഷാവസാനം കേന്ദ്രം കേരളത്തെ കുരുക്കി. ഫെഡറലിസം തകർക്കാൻ കേന്ദ്രം ശ്രമം നടത്തുകയാണെന്നും അതിലെ പ്രതിഷേധം ബജറ്റിൽ രേഖപ്പെടുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധനമന്ത്രിയുടെ ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവുള്ള കേരളത്തിൽ അവതരിപ്പിച്ച സർക്കാരിന്റെ ബജറ്റ് ജനങ്ങൾ വിശ്വസിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അനാവശ്യ അവകാശവാദം കൊണ്ട് പവിത്രത നശിപ്പിച്ചെന്നും ഇത് വെറുമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാസ്യത തീരെയില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും കേരളത്തിലെ മോശം പദ്ധതി ചെലവ് നടപ്പാക്കിയ വർഷമാണ് കടന്നുപോയതെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ 600 രൂപ ഇപ്പൊ കൂട്ടിയിട്ട് 2 ആഴ്ച 1 മാസമായുള്ളൂ. അതായത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ഗുണം കിട്ടിയില്ല എന്ന് മനസ്സിലായി. തലേ ആഴ്ച പ്രഖ്യാപിക്കുക, വല്ല ഗുണം കിട്ടിയ. കാരണം കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയാണ് ചോദ്യം ചെയ്തത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കി തരാമെന്ന് വാഗ്ദാനം നൽകി അതിൻ്റെ പേരിൽ വോട്ട് ചോദിച്ച് അധികാരത്തിൽ വന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടാതെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച 400 രൂപ കൂട്ടിയാൽ അത് മനസ്സിലാക്കാൻ. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നൽകുന്നത് തോൽവി മനസ്സിലാക്കിയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വരവില്ലാതെ ചിലവുകളുടെ പെരുമഴയാണ് ബജറ്റിൽ. ആശാ വർക്കർമാർ 1 വർഷത്തിലേറെ സമരം നടത്തി. ഇപ്പോൾ അവസാന ബജറ്റിൽ കൂട്ടി നൽകുന്നു. കേരള സമൂഹത്തെ ഇടതു സർക്കാർ പറ്റിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ ക്ലിയറാണ്, കേട്ടവർക്കൊക്കെ മനസ്സിലാവും. ഇത്തരം കാര്യങ്ങളൊക്കെ 10 വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ജനങ്ങളോട് പറയുന്ന ബജറ്റാണ്. വളരെ ക്ലിയറാണ്. 10 കൊല്ലം മുമ്പ് 2016 അധികാരത്തിലേറിയപ്പോൾ മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ 10 കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇത് ചെയ്യേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന മാപ്പപേക്ഷയും കുറ്റസമ്മതവും ഒക്കെ ആയിട്ട് ഇതിനെ കാണാൻ കഴിയും. വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. എവിടുന്നാണ് ഈ ഫണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത്ര അധികം ബാധ്യത, കാരണം അവർക്ക് ഈ ബാധ്യത വരില്ല എന്ന് ഉറപ്പാണ്. UDF ആണ് ഏറ്റെടുക്കേണ്ടി വരിക. അപ്പൊ എവിടെ നിന്നാണ് ഇതിന് ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കുക? ഒരു ചെലവ് കാണിക്കുമ്പോൾ വരവ് കാണിക്കണ്ടേ? സ്രോതസ്. സംസ്ഥാന ബജറ്റിൽ റബ്ബറിന് കടുത്ത അവഗണന. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തുമെന്ന കർഷകരുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായില്ല. ഇതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റബ്ബർ വില ഒരു ചർച്ചാ വിഷയമായി ഉയർന്നേക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന റബ്ബർ കർഷകർ നിരാശരായി. റബ്ബർ കൃഷിക്കോ കർഷകർക്കോ ഗുണകരമായ പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തിയതുമില്ല. റബ്ബർ കർഷകരെ പാടെ അവഗണിച്ചു. കാരണം അവർ സംഘടനത്തിലല്ല, അവിടെ ഒറ്റപ്പെട്ട ചില സംഘടനകൾ ഇതിന് ചെറിയ സമരങ്ങളൊക്കെ ചെയ്ത് മാറുന്നതല്ലാതെ റബ്ബർ കർഷകരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നൊരു ധാരണ അത് ഗവൺമെൻറ്റിന് വന്നു. പക്ഷേ എല്ലാവരും ഓർത്തത് ഇപ്പോൾ ഈ അവസാന സമയമാണ്, എന്തായാലും ഗവൺമെൻറ് ഒരു 250 രൂപയിലും ആക്കും എന്ന് വിചാരിച്ചിരുന്നു. അത് നിരാശപ്പെടുത്തി കളഞ്ഞു. 1.25 ലക്ഷം ഹെക്ടർ റബ്ബർ അൺടാപ്പഡ് തോട്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അവർ ബോർഡിന് തന്നെ കണക്കാത്.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വെട്ടുന്നവർക്ക് അത് കിട്ടുന്നുമില്ല. അപ്പോൾ അവർക്ക് ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഉൽപ്പാദന ചെലവ് പലതരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ മനുഷ്യന് ബുദ്ധിമുട്ട് വരും. റബ്ബർ ഷീറ്റായി വിപണിയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് വിലവർദ്ധനവിൻ്റെ ഗുണം ലഭിക്കൂ. എന്നാൽ റബ്ബറിന് 250 രൂപയെങ്കിലും വില ലഭിച്ചാൽ മാത്രമേ ഷീറ്റായി റബ്ബർ വിപണിയിൽ എത്തിക്കാനും സാധിക്കൂ. റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട സഹായം ചെയ്യണം. അത് അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ദുർബലരായ കൃഷിക്കാർ അതിട്ടിട്ട് വേറെ വഴിക്ക് പോയി. കേരളത്തിൽ വഴിക്ക് പോയി എന്നുള്ളതാണ്. 250 കിട്ടിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അടിസ്ഥാനമായിട്ട് തൊഴിലാളികളില്ല. തൊഴിലാളികളെ പുറത്തുനിന്ന് കൊണ്ടുവരണം, ട്രെയിനിങ് കൊടുക്കണം, അവരെ ഇവിടെ താമസിപ്പിക്കണം, അവർക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. മധ്യകേരളത്തിലെ പ്രധാന നാണ്യവിളകളിൽ ഒന്നായ റബ്ബറിനെ ബജറ്റിൽ അവഗണിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമായി മാറും. ഇവിടുത്തെ റബ്ബർ മേഖല സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുവാൻ 1 കിലോ റബ്ബർ ഷീറ്റിന് 250 രൂപ അടിസ്ഥാന വില നൽകാമെന്ന് നൽകിയ ഉറപ്പ് ഈ ബഡ്ജറ്റിലെങ്കിലും ഈ സർക്കാരിൻ്റെ അവസാന കാലത്തെങ്കിലും ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കർഷകർക്ക് കടുത്ത നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി ആഭ്യന്തര വിപണിയിലെ റബ്ബർ വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് വീണ്ടും ഇറക്കുമതി വർദ്ധിക്കാൻ കാരണമാകും. സംസ്ഥാന ബജറ്റിൽ അവഗണന നേരിട്ടതോടെ ഇനി കേന്ദ്ര ബജറ്റിലാണ് റബ്ബർ കർഷകരുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാന ബജറ്റിൽ സിനിമാ മേഖലയ്ക്ക് നിരാശയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇരട്ട നികുതിയായ വിനോദ നികുതി എടുത്തു കളയണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെന്ന് ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു. എല്ലാ സംഘടനകളുമായും കൂടിയാലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. സർക്കാർ അവഗണന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് പറഞ്ഞു. ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കാതലായ ഒരു റിലീഫും തന്നിട്ടില്ല. പ്രധാനമായിട്ടും എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ വരുമാനത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് റീഇനിഷ്യേറ്റ് ചെയ്തതാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്നാണ്. അത് സത്യം പറഞ്ഞാൽ പരിശോധിച്ച പച്ചക്കള്ളമായിട്ടാണ്. കാരണം ഇത് വേറെ ലെവലിലുള്ള ഒരു പിടിച്ചുപറിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കണമെന്ന് നിരന്തരം പറഞ്ഞിട്ട് ഈ ബഡ്ജറ്റ് സ്പീച്ചിലും ഇല്ല. അത് വളരെ നിരാശാജനകമാണ്. ഞങ്ങൾക്ക് ശക്തമായ അതിനകത്ത് പ്രതിഷേധമുണ്ട്. തീർച്ചയായിട്ടും പ്രതിഫലിക്കണമല്ലോ. അടുത്ത സാമ്പത്തിക വർഷവും ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സാമ്പത്തിക ശക്തിയായി തുടരുമെന്ന് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. സാമ്പത്തിക സർവേയിൽ ഇന്ത്യക്ക് 6.8 മുതൽ 7.2% വരെ GDP വളർച്ചയാണ് പ്രവചിക്കുന്നത്. നടപ്പു വർഷത്തെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 7.4%. രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ പാർലമെന്റിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് സമർപ്പിച്ചത്. GST പരിഷ്കാരം നടപ്പാക്കിയും ആദായ നികുതി ഇളവുകൾ അനുവദിച്ചും പണപ്പെരുപ്പം നിയന്ത്രിച്ചും ഇന്ത്യ GDP വളർച്ചയെ ഉലയാതെ പിടിച്ചു നിർത്തിയെന്ന് സാമ്പത്തിക സർവേ പറയുന്നു. റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും നേട്ടമായി. സാമ്പത്തിക സർവേയിൽ 2026-27 ഇന്ത്യക്ക് 6.8 മുതൽ 7.2% വരെ GDP വളർച്ചയാണ് പ്രവചിക്കുന്നത്. കഴിഞ്ഞ വർഷം 6.5% ഇന്ത്യയുടെ വളർച്ച. നടപ്പു വർഷത്തെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 7.4%. ഇന്ത്യയിൽ ഉപഭോക്തൃ വിപണി ഉൾപ്പെടെ ശക്തമാണെങ്കിലും പുറത്തുനിന്നുള്ള ഭീഷണികൾ അവഗണിക്കാനാവില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയതോടെ വ്യാപാര രംഗത്ത് കടുത്ത വെല്ലുവിളികളാണ് ഇന്ത്യ നേരിടുന്നത്. ഇന്ത്യക്കുമേൽ 50% ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദേശ നിക്ഷേപത്തിൽ ഉണ്ടാകുന്ന കുറവ് രൂപയുടെ മൂല്യത്തെ ബാധിച്ചേക്കാം. ആഗോളതലത്തിലെ വെല്ലുവിളികളുടെ സാഹചര്യത്തിൽ അടുത്ത വർഷം ഇന്ത്യയിൽ പണപ്പെരുപ്പം ഉയരുമെന്ന വിലയിരുത്തലും സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രിക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ തുക ചിലവിടാനും സർക്കാരിന് സാധിച്ചു. നികുതിദായകരുടെ എണ്ണം 6.9 കോടിയിൽ നിന്ന് 9.2 കോടിയായി വർദ്ധിച്ചു. തൊഴിലില്ലായ്മ നിരക്ക് 6% നിന്ന് 3.2% കുറഞ്ഞു. വനിതാ പങ്കാളിത്തം 23.3% നിന്ന് 41.7% ഉയർന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.
വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ബജറ്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 രാജ്യത്തിന്റെ GDP 7.4% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തുടർച്ചയായി 9ാം തവണ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. രാജ്യത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിൽ അഭിമാനകരമായ നിമിഷമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. राष्ट्रपति जी का उद्बोधन 140 करोड़ देशवासियों के आत्मविश्वास की अभिव्यक्ति था. करोड़ देशवासियों के पुरुषार्थ का लेखा जोखा था और 140 करोड़ देशवासी और उसमें भी ज्यादातर युवा उनके एस्पिरेशंस को रेखांकित करने का बहुत ही सटीक उद्बोधन सभी सांसदों के लिए कई मार्गदर्शक बातें भी. രാഹുൽ തരൂർ അസ്വാരസ്യത്തിൽ ഒടുവിൽ മഞ്ഞുരുക്കം. ഇടക്കാലം കൊണ്ട് വഷളായ ബന്ധം വീണ്ടും ട്രാക്കിലാക്കാൻ നടന്ന ചർച്ചകൾ വിജയം കണ്ടു. താനും പാർട്ടിയും ഒരേ ദിശയിലെന്നും നിയമസഭാ പ്രചരണത്തിന് താൻ ഇറങ്ങുമെന്നും ശശി തരൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. പാർലമെന്റ് മന്ദിരത്തിൽ ചർച്ചകൾ അരമണിക്കൂറോളം നീണ്ടു. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും പ്രത്യേകമായിരുന്നു കൂടിക്കാഴ്ചകൾ. തന്റെ ആശങ്കകളും നിലപാടുകളും നേതൃത്വത്തെ നേരിട്ടറിയിച്ചതായി ശശി തരൂർ പറഞ്ഞു. ചർച്ചകളിൽ പൂർണ്ണ തൃപ്തനാണ്. പാർട്ടിയുമായി ഒരു പ്രശ്നവുമില്ല. താനും പാർട്ടിയും ഒരേ ദിശയിലാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി ഇറങ്ങുമെന്നും തരൂർ വ്യക്തമാക്കി. I'm just going to be very brief about this. We had a discussion with my two party leaders, the NOP and the Congress President, and we had a very good, constructive, positive discussion. All is good and we are moving together on the same page. അടുത്ത കാലത്തായി തരൂർ നടത്തിയ ചില പരാമർശങ്ങൾ കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ സാമ്പത്തിക സാംസ്കാരിക കാഴ്ചപ്പാടുള്ള മികച്ച പ്രസംഗമെന്ന തരൂർ വിശേഷിപ്പിച്ചത് കോൺഗ്രസിൽ തരൂരിനെതിരെ വലിയ എതിർപ്പിന് വഴിവെച്ചിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന പേരിൽ തരൂർ എഴുതിയ ലേഖനം ഗാന്ധി കുടുംബത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിച്ചിരുന്നു. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മോദി സർക്കാരിന്റെ നടപടികളെ തരൂർ പുകഴ്ത്തിയതും BJP സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക ദൌത്യസംഘത്തെ നയിക്കാൻ അദ്ദേഹം സമ്മതിച്ചതും കോൺഗ്രസ് നേതാക്കളുടെ കടുത്ത വിമർശനത്തിന് കാരണമായി. കേരളത്തിലെ തിരഞ്ഞെടുപ്പൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാന യോഗങ്ങളിൽ നിന്ന് തരൂർ വിട്ടുനിന്നത് അദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചു. എന്നാൽ തന്റെ പ്രസംഗങ്ങൾ ദേശീയ ഐക്യത്തിന്റെ ഭാഗമാണെന്നും താൻ 16 വർഷമായി പാർട്ടിയോട് വിശ്വസ്തനാണ് എന്നുമായിരുന്നു തരൂരിന്റെ മറുപടി. ഏറ്റവും ഒടുവിൽ തരൂർ CPMനൊപ്പം ചേരാൻ ദുബായിൽ വ്യവസായ പ്രമുഖനുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. എന്നാൽ CPMയിലേക്ക് പോകുന്നുവെന്ന വിവാദം വാർത്തകളിലൂടെയാണ് താൻ അറിഞ്ഞത് എന്നായിരുന്നു തരൂരിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ RSPയിലേക്ക് പാർട്ടിയുമായുള്ള 36 വർഷത്തെ ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്ന് BN ഹസ്കർ. ചാനൽ ചർച്ചയിൽ സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ഹസ്കറിനെ CPM താക്കീത് ചെയ്തിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാറിൽ കയറ്റിയതിനെയാണ് ചാനൽ ചർച്ചയിൽ ഹസ്കർ വിമർശിച്ചത്. പിണറായി വിജയൻ ചെയ്ത തെറ്റിനെ ഇപ്പോഴും ന്യായീകരിക്കുന്നത് തിരുത്താൻ പാർട്ടിക്ക് കഴിയാതെ പോയത് കാപഢ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് CPM ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിലാണ് ഇദ്ദേഹത്തെ ശാസിച്ചത്. ശബരിമലയിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ കോടികളുടെ കൊള്ള നടക്കുന്നുവെന്ന് 12 വർഷം മുൻപ് വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ട് പുറത്ത്. സ്വർണ്ണ കൊടിമരത്തിൽ പെയിന്റ് അടിച്ചതും കോടികളുടെ പണപ്പിരിവും ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. തട്ടിപ്പ് സംബന്ധിച്ച് അതീവ ഗുരുതര വിജിലൻസ് മുന്നറിയിപ്പുകൾ ദേവസ്വം ബോർഡ് അവഗണിച്ചതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് അമൃത വാർത്തകൾക്ക് ലഭിച്ചു. ശബരിമലയുടെ ചൈതന്യത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥ സ്പോൺസർ മാഫിയ സന്നിധാനത്ത് പിടിമുറുക്കിയിരുന്നതായി
12 വർഷം മുൻപ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. 2013 അന്നത്തെ വിജിലൻസ് SP CP ഗോപകുമാറാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. തന്ത്രിയുടെയോ ബോർഡിന്റെയോ അനുമതിയില്ലാതെ കൊടിമരത്തിന്റെ ചൂട്ടിലെ ശില്പങ്ങളിൽ സ്വർണ്ണ നിറത്തിലുള്ള ചായം അടിച്ചതായിരുന്നു പ്രധാന കണ്ടെത്തൽ. ചെന്നൈയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ചെലവിൽ തന്നിഷ്ടപ്രകാരമാണ് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ M സതീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജൻ എന്നിവർ ഇത് ചെയ്തത്. ചൈതന്യലോപത്തിന് ഇത് കാരണമായെന്ന് തന്ത്രിമാരായ കണ്ഠരര് രാജീവരരും കണ്ഠരര് മഹേശ്വരരും അന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. മാത്രമല്ല, സ്പോൺസർഷിപ്പിന്റെ മറവിലും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കോടികളുടെ പണപ്പിരിവ് നടക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. പിരിച്ചെടുക്കുന്ന തുകയുടെ ചെറിയ പങ്ക് മാത്രം ശബരിമലയിൽ ചെലവാക്കുകയും ബാക്കി തുക ഉദ്യോഗസ്ഥരും സ്പോൺസർമാരും വീതിച്ചെടുക്കുന്നുവെന്നുമാണ് കണ്ടെത്തിയിരുന്നത്. പ്രതിഫലമായി സ്പോൺസർമാർക്ക് സന്നിധാനത്ത് VIP പരിഗണനയും നൽകി വന്നു. 2012 ഏപ്രിൽ 4 ഇരുവരും ചേർന്ന് അനുമതിയില്ലാതെ സന്നിധാനത്ത് ഒറ്റത്താമ്പൂല പ്രശ്നവും നടത്തി. ഇക്കാര്യം ദേവസ്വം ഓംബുഡ്സ്മാന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തതോടെയാണ് വിജിലൻസ് അന്വേഷണത്തിന് കളമൊരുങ്ങിയത്. ഗുരുതര വീഴ്ച വരുത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസറെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും സസ്പെൻഡ് ചെയ്യാനും വകുപ്പ് തല നടപടി സ്വീകരിക്കുവാനും അന്നത്തെ ലേസൺ ഓഫീസറായിരുന്ന P ബാലനെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഭരണതലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഈ റിപ്പോർട്ട് പൂഴ്ത്തി. ഈ അനാസ്ഥയാണ് പിന്നീട് ശബരിമലയിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കവർച്ചയടക്കമുള്ള സംഭവങ്ങളിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന. ബോർഡിന്റെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ യാതൊരു സ്പോൺസർഷിപ്പും പാടില്ലെന്ന കർശന നിർദ്ദേശവും അന്ന് കാറ്റിൽ പറത്തി. ദേവസ്വം വിജിലൻസ് അന്ന് നൽകിയ മുന്നറിയിപ്പ് മുഖവിലേക്കെടുത്തിരുന്നെങ്കിൽ ശബരിമലയുടെ ചരിത്രത്തിലെ വലിയ കവർച്ചകളും അഴിമതികളും തടയാമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന രേഖകൾ തെളിയിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 43-ാം ദിനമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയാൽ ശ്രീകുമാറിനെതിരെ ഒരു തെളിവും SITക്ക് ഹാജരാക്കാനായില്ല എന്നും ജാമ്യ ഉത്തരവിൽ പറയുന്നു. അതേസമയം കേസിലെ പ്രതിയായ KP ശങ്കർദാസിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. ദ്വാരപാലക ശില്പ കേസിലെ 6ാം പ്രതിയാണ് S ശ്രീകുമാർ. മുരാരി ബാബു മാറിയതിന് പിന്നാലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ശ്രീകുമാർ ദ്വാരപാലക ശില്പപാളികൾ കടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ജോലിയിൽ പ്രവേശിച്ചത്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം താൻ ഒപ്പുവച്ചു. സ്വർണ്ണപ്പാളി കടത്തിയതിൽ തനിക്ക് പങ്കില്ല എന്നുമാണ് ശ്രീകുമാർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത്. പ്രതിഭാഗം വാദം മുഖവിലേക്കെടുത്ത വിജിലൻസ് കോടതി ജാമ്യം ശ്രീകുമാറിന് അനുവദിക്കുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ശ്രീകുമാറിനെതിരെ ഒരു തെളിവും SITക്ക് ഹാജരാക്കാനായില്ല. ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകാൻ എല്ലാം തയ്യാറായതിനു ശേഷമാണ് ശ്രീകുമാറിന്റെ നിയമനം. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ശ്രീകുമാർ മഹസറിൽ ഒപ്പുവച്ചു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീകുമാറിന് ബന്ധമില്ല. മഹസറിൽ ഒപ്പുവച്ചതല്ലാതെ മറ്റു കാരണങ്ങൾ ഒന്നും ശ്രീകുമാറിനെതിരെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചത് എന്നുമാണ് ജാമ്യ ഉത്തരവിൽ പറയുന്നത്. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ KP ശങ്കർദാസിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. വീണ്ടും 14 ദിവസത്തേക്ക് കൂടി ശങ്കർദാസിനെ റിമാൻഡ് ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വീൽചെയറിലാണ് പ്രതിയെ കോടതിക്കുള്ളിൽ പ്രവേശിപ്പിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായ സുധീഷ് കുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞതിനാൽ ഉടൻ ജാമ്യ ഹർജി സമർപ്പിക്കും. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കും. അമൃത ന്യൂസ്, കൊല്ലം. അഴീക്കോട് നിയമസഭാ കേസിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്ക് അയോഗ്യത കൽപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി തള്ളി. അയോഗ്യത വിധിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അഴീക്കോട് തിരഞ്ഞെടുപ്പ് കേസിൽ KM ഷാജിയുടെ അയോഗ്യത പ്രാബല്യത്തിൽ വരുത്തണമെന്നാവശ്യപ്പെട്ട് MV നികേഷ് കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. 2016 തിരഞ്ഞെടുപ്പ് കേസ് അപ്രസക്തമായെങ്കിലും ഷാജിക്ക് ഹൈക്കോടതി വിധിച്ച അയോഗ്യത പ്രാബല്യത്തിലാക്കണമെന്നായിരുന്നു ആവശ്യം. 2016 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയ കാർഡ് പ്രചരിപ്പിച്ചുവെന്നതടക്കമുള്ള നികേഷ് കുമാർ ഉയർത്തിയ ആരോപണങ്ങൾ ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവുണ്ടായത്. കേസ് പരിഗണിച്ച ഹൈക്കോടതി 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്നും ഷാജിയെ വിലക്കിയിരുന്നു. എന്നാൽ ഇത് ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയാണുണ്ടായത്. MLA ആയി തുടരാമെങ്കിലും വോട്ടിംഗിന് അനുവാദമില്ല, ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ല തുടങ്ങിയ ഉപാധികൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഹർജിക്ക് ഇനി പ്രസക്തിയില്ലെന്ന് KM ഷാജിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നിഖിൽ ഗോയൽ സുപ്രീം കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ നാളെ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചു. സംസ്ഥാനം മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെയാണ് അയോഗ്യതാ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഒറ്റയടിക്ക് പവന് 8,640 രൂപ കൂടി. 16,395 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പണിക്കൂലിയും GSTയും അടക്കം 1 പവൻ സ്വർണ്ണാഭരണത്തിന് 1.5 ലക്ഷം രൂപയോളം വില വരും. ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റ ദിവസം കൊണ്ട് 1 പവൻ സ്വർണത്തിന് 8,640 രൂപ വർദ്ധിക്കുന്നത്. 1,31,160 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 32,000 രൂപയുടെ വർധനവാണ് കേരളത്തിൽ സ്വർണത്തിനുണ്ടായത്. അമേരിക്കയുടെ അന്താരാഷ്ട്ര നയങ്ങളും തുടർന്ന് ഡോളറിനുണ്ടായ ഇടിവുമാണ് റെക്കോർഡ് വില വർധനവിന്റെ ഒരു കാരണം. US ഡോളർ 98 ആയിരുന്നു ഇൻഡെക്സ്. അതിപ്പോൾ 96 എത്തിയിട്ടുണ്ട്. ഡോളർ ദുർബലമാകുന്നത് സ്വർണ്ണവില കുതിക്കുന്നതിന് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കും. ഡോളർ ഇൻഡെക്സ് 95 താഴെയിലേക്ക് പതിച്ചാൽ സ്വർണ്ണവില $6,000 കടന്ന് 7,000-ലേക്കും 8,000-ലേക്കും പോകുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. അതേസമയം വെള്ളി വിലയിലും കുതിപ്പ് തുടരുകയാണ്. 410 രൂപയാണ് 1 ഗ്രാം വെള്ളിയുടെ വില. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വൻ തീപിടുത്തം. മേനംകുളത്ത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലെ കുറ്റിക്കാടിലാണ് തീ പടർന്നത്. ആളപായമില്ല. ഫയർഫോഴ്സ് സംഘമെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീ പടർന്ന സ്ഥലത്തോട് ചേർന്ന് വനിതാ ബറ്റാലിയന്റെ ഓഫീസും ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റും ഉണ്ടായിരുന്നത് ആശങ്ക ഉയർത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമായത് ആശ്വാസമായി. വിമാന അപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രിയും NCP അധ്യക്ഷനുമായ അജിത് പവാറിന് രാജ്യം കണ്ണീരോടെ വിട നൽകി. ജന്മനാടായ ബാരാമതിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം വിമാന അപകടത്തിൽ DGCA അന്വേഷണം തുടരുകയാണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും കണ്ടെത്തി. ഇന്നലെ രാവിലെയായിരുന്നു രാജ്യത്തെ നടുക്കിയ വിമാനാപകടം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറും സംഘവും മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് സഞ്ചരിച്ച വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അജിത് പവാറിനൊപ്പം സഞ്ചരിച്ചിരുന്ന 4 പേരും തൽക്ഷണം മരിച്ചു. കർഷക റാലിയടക്കം 4 പരിപാടികളിൽ പങ്കെടുക്കാനായിരുന്നു അജിത് പവാറിന്റെ യാത്ര. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായ പവാറിന്റെ വിയോഗം ഏറെ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. മരണവാർത്ത കേട്ടതു മുതൽ വിവിധ കോണുകളിൽ നിന്നും നിരവധി പേർ അനുശോചനം അറിയിച്ചു. ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു അജിത് പവാറിന്റെ അന്ത്യയാത്ര. രാവിലെ 7 മണിയോടെ കത്തേവാടിയിലെ വീട്ടിൽ അജിത് പവാറിന്റെ ഭൗതിക ശരീരം എത്തിച്ചു. 1 മണിക്കൂർ പൊതുദർശനമായിരുന്നു നിശ്ചയിച്ചിരുന്നത് എങ്കിലും ഏറെ വൈകിയായിരുന്നു പൊതുദർശനം പൂർത്തിയായത്. തുടർന്ന് വിലാപയാത്രയായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വിദ്യാപ്രതിഷ്ഠാൻ കോളേജിലേക്ക് എത്തി. വൻ ജനാവലിയായിരുന്നു പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സംസ്കാര ചടങ്ങിനായി എത്തി. 21 पोलीस जवानांसह जनरल सॅल्यूट करण्यासाठी ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഒഴുകിയെത്തിയ ആയിരങ്ങളെ കൊണ്ട് ബാരാമതി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരുന്നു. പ്രിയ നേതാവിന്റെ വേർപാട് പലർക്കും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അജിത് പവാറിനോടുള്ള ആദരസൂചകമായി ബാരാമതിയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇന്നും അടച്ചിട്ടു. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ബാരാമതിയിൽ ഒരുക്കിയിട്ടുള്ളത്. അതേസമയം വിമാനാപകടത്തിൽ DGCA അന്വേഷണം പുരോഗമിക്കുകയാണ്. വിമാനം വാടകയ്ക്ക് നൽകിയ BSR കമ്പനി ഓഫീസിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇന്നലെ ഫോറൻസിക് സംഘവും അപകട സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ 5ാം മത്സരത്തിനായി ടീം അംഗങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ എത്തിയ ക്രിക്കറ്റ് താരങ്ങളെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്വീകരിച്ചു. വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം കനത്ത സുരക്ഷയിൽ താരങ്ങളെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇന്ത്യൻ ടീം കോവളത്തെ ലീല റാവിസ് ഹോട്ടലിലും ന്യൂസിലാൻഡ് ടീം ഹയാത്ത് റീജൻസിയിലുമാണ് താമസിക്കുന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മറ്റന്നാൾ വൈകിട്ട് 7 മണി മുതലാണ് ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം. T20 ലോകകപ്പ് ബഹിഷ്കരണം എന്ന നീക്കത്തിൽ നിന്ന് പിൻവാങ്ങി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ കളിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ബംഗ്ലാദേശിനെ ICC ടൂർണമെന്റിൽ നിന്ന് നീക്കിയതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ബഹിഷ്കരണ ഭീഷണി മുഴക്കിയത്. പിന്നാലെ PCB ചെയർമാൻ മൊഹസിൻ നഖ്വി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ലോകകപ്പ് ബഹിഷ്കരണ നീക്കം ഉപേക്ഷിക്കാൻ പാകിസ്ഥാൻ തീരുമാനിക്കുകയായിരുന്നു. ഫെബ്രുവരി 7-ന് ആരംഭിക്കുന്ന ലോകകപ്പിൽ പങ്കെടുക്കാനായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം കൊളംബോയിലേക്ക് വിമാന ടിക്കറ്റുകൾ എടുത്തിരുന്നു. നിലവിൽ പാകിസ്ഥാനിൽ T20 പരമ്പര കളിക്കുന്ന ഓസ്ട്രേലിയൻ ടീമിനൊപ്പമാണ് പാകിസ്ഥാനും ശ്രീലങ്കയിലേക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുള്ളത്.
സന്തോഷ് ട്രോഫിയിൽ മേഘാലയയെ തകർത്ത് കേരളം ക്വാർട്ടറിൽ കടന്നു. മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് കേരളത്തിന്റെ ജയം. കേരളത്തിനായി മുഹമ്മദ് സിനാൻ, മുഹമ്മദ് റിയാസ്, മുഹമ്മദ് അജ്സൽ എന്നിവരാണ് ഇന്ന് ഗോളുകൾ നേടിയത്. 4 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 1 സമനിലയുമായി 10 പോയിന്റോടെയാണ് കേരളം ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചത്. ജനുവരി 31-ന് സർവീസസിനെതിരെയാണ് കേരളത്തിന്റെ അവസാന ഗ്രൂപ്പ് മത്സരം.